സാറേ, ബീഹാർ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ആസന്നമായി വരിക. അവിടെ RJD ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള ചില നീക്കങ്ങൾ കേൾക്കുന്നു. ഇത് കോൺഗ്രസിന് വലിയ അടിയാവില്ലേ? ഇന്നലെ തേജസ്വി പ്രസാദ് യാദവ് ഒരു റാലിയിൽ മറ്റേ കാന്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തക റാലിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു 243 സീറ്റിലും RJD ഒറ്റയ്ക്ക് മത്സരിക്കും, എല്ലായിടത്തും മത്സരിക്കുന്നത് ഞാനായിരിക്കും എന്ന് അയാൾ പറഞ്ഞു. തേജസ്വി പ്രസാദ് യാദവായിരിക്കും 243 സീറ്റിലും മത്സരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇന്ത്യ മുന്നണി അതിൻ്റെ അകത്ത് വിള്ളലുകൾ വീണിരിക്കുന്നു. കോൺഗ്രസുമായിട്ട് ഇപ്പോൾ മറ്റേ വോട്ട് തെണ്ടൽ യാത്ര ഉണ്ടായിരുന്നില്ലേ അവിടെ, രാഹുൽ ഗാന്ധിയുടെ RJD സംഘടിപ്പിച്ചതാണ്, മുസ്ലിം മേഖലകളിലാണ് സംഘടിപ്പിച്ചത്. അതിൽ തന്നെ മോദിയുടെ അമ്മയൊക്കെ അല്ലേ പരസ്യമായി പച്ചയ്ക്ക് തെറി വിളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുമ്പോൾ അതൊക്കെ പാളിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതിൻ്റെ അകത്ത് വലിയ തർക്കങ്ങൾ വന്നിരിക്കുന്നു. 2 പാർട്ടികൾ പുതുതായിട്ട് ഈ മുന്നണിയിലേക്ക് വന്നിട്ടുണ്ട്. പുതുതായി പാർട്ടികൾ വന്നു കഴിയുമ്പോൾ നിലവിലുള്ള പാർട്ടികൾ അവരുടെ സീറ്റുകൾ കുറയുമല്ലോ. കോൺഗ്രസിൻ്റെതും കുറയും, RJDയുടെതും കുറയും. അപ്പോൾ നമ്മുടെ ഇതൊന്നും കുറയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളാണ് അവർ. എല്ലാ പാർട്ടികളും അങ്ങനെയാണ് വിചാരിക്കുക. അപ്പോൾ ലാലുവിൻ്റെ ഇപ്പം ഇയാൾ തേജസ്വി പ്രസാദ് യാദവ് അവിടെ പ്രതിപക്ഷ നേതാവാണ് ബീഹാറിൽ നിയമസഭയിൽ. സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അയാളായിരിക്കണമല്ലോ. പക്ഷെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ രാഹുൽ ഗാന്ധിയോട് പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി മൗനം പാലിച്ചു. അത് യാദവിന് തീരെ പിടിച്ചിട്ടില്ല. അപ്പോൾ സീറ്റ് ഷെയറിംഗ് ടോക്സ് സ്തംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ലാലുവിൻ്റെ നേട്ടങ്ങൾ, ലാലു പ്രസാദ് യാദവിൻ്റെ നേട്ടങ്ങൾ മുൻനിർത്തിയായിരിക്കും വോട്ട് പിടിക്കുന്നതെന്ന് തേജസ്വി പറഞ്ഞു. നാം തിരിച്ചു വരും, 243 സീറ്റിലും തേജസ്വി ആയിരിക്കും മത്സരിക്കുന്നത്. എന്നിട്ട് അയാൾ മത്സരിക്കുന്ന സീറ്റുകളുടെ പേരുകൾ പറയാൻ തുടങ്ങി. മുസഫർപൂർ, ബോച്ചഹാൻ, ഗായ്ഘട്ട്, കാന്തി എല്ലായിടത്തും ഞാനായിരിക്കും മത്സരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അണികളെ ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സീറ്റിലും മത്സരിക്കുന്ന സാധാരണഗതിയിൽ അല്ലേ എന്ന് പറയാം. പക്ഷെ അണികളെ ഉണർത്താൻ വേണ്ടി മാത്രമല്ല അയാൾ പറഞ്ഞത് എന്ന് ആണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഒരു തർക്കമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. മുസഫർപൂരിൽ ഇപ്പോൾ ഈ മറ്റേ അണികളെയൊക്കെ സംബോധന ചെയ്തത് മുസഫർപൂർ മേഖലയാണ്. മുസഫർപൂരിൽ ഇപ്പോൾ ഉള്ളത് കോൺഗ്രസ് MLA ആണ്. അപ്പം മുസഫർപൂരും കൂടി RJD ചോദിച്ചു മേടിക്കുമോ എന്നുള്ളൊരു സംശയവും ഇതുകൊണ്ട് ഉണ്ടായി. കോൺഗ്രസിന് ഒരു സീറ്റ് അവിടെ നഷ്ടപ്പെടാം. അവിടെ ഒന്നിൽ കൂടുതൽ നഷ്ടപ്പെടാം. അപ്പോൾ മുസഫർപൂരിലും കോൺഗ്രസിന് മത്സരിക്കാൻ സിറ്റിംഗ് സീറ്റ് പോലും ചിലപ്പോൾ RJD ചോദിച്ചു എന്ന് വരാം എന്നുള്ള സംശയം വന്നു ഈ മേഖലയിൽ നിന്ന് ഇത് പറഞ്ഞപ്പോൾ. അപ്പോൾ നേരത്തെ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഉത്തരവൊന്നും പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ കോൺഗ്രസ്, ഇടതുപക്ഷ കക്ഷികൾ, VIP എന്ന് പറഞ്ഞ കക്ഷി, JM, പിന്നെ LJP പരസ് വിഭാഗം, ഇത്രയും കക്ഷികൾ ഈ ഇന്ത്യ മുന്നണിയിലുള്ള ഉണ്ട്. ഹേമന്ത് സൊറൻ്റെ JM ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പശുപതി പരസിൻ്റെ ലോക് ജനശക്തി പാർട്ടി, അതാണ് LJP എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. 2020 അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് RJD 144 സീറ്റുകളിൽ മത്സരിച്ചു, 75 എണ്ണത്തിൽ ജയിച്ചു. സിംഗിൾ അതായത് ഏറ്റവും വലിയ കക്ഷിയായി, പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷിയായി. കോൺഗ്രസ് 70 സീറ്റിൽ മത്സരിച്ചിട്ട് 19 എണ്ണത്തിൽ ജയിച്ചുള്ളൂ. അപ്പോൾ കോൺഗ്രസ്സിന് ബാർഗൈനിങ് പവർ ഇല്ല, അധികം ചോദിക്കാൻ പറ്റില്ല. വോട്ടധികാര യാത്ര വിജയമാണെന്ന് രാഹുൽ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ അവകാശപ്പെടുന്നത് എൻ്റെ യാത്ര വിജയമായതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാനം, ബീഹാർ സംസ്ഥാനത്തിൻ്റെ ഇൻചാർജ് കൃഷ്ണ അല്ലവരി
എന്ന് പറഞ്ഞ ആള് പറഞ്ഞു പുതിയ പാർട്ടികൾ വന്നിട്ടുണ്ട് ഈ മുന്നണിയിലേക്ക്. പുതിയ പാർട്ടികൾ വന്നാൽ എല്ലാവരും ആ പുതിയ പാർട്ടികൾക്ക് സീറ്റുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ സീറ്റുകൾ കുറവ് വരും. RJDയും അങ്ങനെ അവർക്കും സീറ്റ് കുറയും എന്ന് ഈ കൃഷ്ണ അല്ലവരും കോൺഗ്രസിൻ്റെ ബീഹാർ ഇൻചാർജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് അവർക്ക് 70 സീറ്റ് തന്നെ കഴിഞ്ഞോണം മത്സരിച്ച അത്രയും തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നു. RJD അത് കൊടുക്കാൻ തയ്യാറല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ വികാശീൽ ഇൻസാൻ പാർട്ടി, അതാണ് ഈ VIP എന്ന് പറഞ്ഞ പാർട്ടി ഈ മുന്നണിയിലുള്ളത്. മുകേഷ് സാനിയുടെ പാർട്ടിയാണത്. അയാൾക്കും സീറ്റ് കൊടുക്കണം. CPI, CPM, CPI, ML ഇവയ്ക്കെല്ലാത്തിനും കൂടി 15 സീറ്റ് കൊടുക്കണം. പിന്നെ രാഹുലിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് യാദവ് ഒരു യോഗത്തിൽ പറയുകയും ചെയ്തു. അപ്പോൾ ഇത്രയും ഇപ്പോൾ യാദവ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ BJP പറഞ്ഞു ഈ പറയുന്ന ശക്തിയൊന്നും തേജസ്വി യാദവിന് ബീഹാറിലില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകാൻ എന്തിനാണ് ഈ വാശി പിടിക്കുന്നത്? ജയിക്കാൻ പോകുന്നില്ല, പിന്നെ എന്തിനാണ് ഇത് പറയുന്നത്? ജനത്തിനാണെങ്കിൽ ഒരു വിശ്വാസവും ഈ തേജസ്വി പ്രസാദ് യാദവിലില്ല. അപ്പോൾ ജനത്തിന് വിശ്വാസമില്ല, ക്രെഡിബിലിറ്റി ഇല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ വർത്തമാനം പറയുന്നത്? എല്ലാ സീറ്റിലും മത്സരിക്കും, ഒറ്റയ്ക്ക് മത്സരിക്കും, 243 സീറ്റിലും എന്ന് ഈ വിടുവായത്തം പറയുന്നത് എന്തിനാണെന്ന് BJPയും ചോദിച്ചിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയിൽ വലിയ വിള്ളലുണ്ട്. അല്ല തന്നെ ഈ കോൺഗ്രസ്സിന് ആകെപ്പാടെ ഈ RJDയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ ബീഹാറിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നത്. അതും കൂടെ തള്ളിക്കളഞ്ഞാൽ ഈ ബീഹാറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വോട്ട് ചോരി യാത്രയൊക്കെ നടത്തിയിട്ട് രാഹുൽ വലിയ ഓളം സൃഷ്ടിച്ചത് പാഴ്ശ്രമമായിട്ട് പോകുന്നില്ലേ? അത് പാഴ്ശ്രമമാണ് പലതരത്തിലും. ഒന്നാമത് മുസ്ലിം മേഖലകളിൽ മാത്രമായിരുന്നു യാത്ര. ആ മുസ്ലിം മേഖലകളിൽ തന്നെ ഒരു ഡൽഹിയിൽ 2 തവണ മത്സരിച്ച ഒരുത്തനായിരുന്നല്ലോ സംഘാടകൻ മുസഫർപൂരിലൊക്കെ. അവിടെ ദർബംഗയിൽ വെച്ചിട്ടാണ് ഒരു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുസഫർപൂരിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ദർബംഗയിൽ കുറെ ആളുകൾ മയക്കി കൂടി മോദിയുടെ അമ്മയെ ചീത്ത വിളിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ പണ്ടൊക്കെ ജയപ്രകാശ് നാരായൺ, കർപ്പൂരി ഠാക്കൂർ തുടങ്ങിയ വലിയ നേതാക്കളില്ലേ, സ്റ്റേച്ചറുള്ളവര്, അവരുടെയൊക്കെ കാലത്താണെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയില്ലേ. ഇതിൽ രാഹുൽ ഗാന്ധിക്ക് മാപ്പ് പറഞ്ഞെങ്കിൽ ആളുകൾ ഇല്ലേ, രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ചിലപ്പോൾ മാപ്പ് കൊടുത്തേനെ. ഇത് മാപ്പ് പറയാൻ തയ്യാറായില്ല. കാരണം അവിടെ ചിലപ്പോൾ മോദിയുടെ അമ്മയെ തെറി വിളിക്കുന്നതായിരിക്കും ഇല്ലേ അവിടുത്തെ ഈ മുസ്ലിം വോട്ടർമാർക്ക് താല്പര്യം എന്ന് ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ കാര്യത്തിൽ മാപ്പ് പറയാതെയാണ് രാഹുൽ ഗാന്ധി മലേഷ്യക്ക് പോയത്. അത് കഴിഞ്ഞ് ബീഹാറിൽ എന്ത് സംഭവിച്ചു? കോൺഗ്രസ് പിന്നെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് മോദിയുടെ അമ്മയെ സൃഷ്ടിച്ച് മോദി കിടക്കുന്നതായിട്ട് കാണിച്ചു. മോദിയുടെ സ്വപ്നത്തിൽ മോദിയുടെ അമ്മ വന്നിട്ട് മോദിയെ കുറെ ചീത്ത വിളിക്കുന്നതായിട്ട് ഇല്ലേ, 36 സെക്കൻഡ് ഒരു ക്ലിപ്പ് ഇറക്കി. ഇങ്ങനെ മോദിയുടെ അമ്മയെ വെച്ചിട്ട് കളിക്കുകയാണ്. ഇതൊക്കെ എന്തൊരു വൃത്തികെട്ട പ്രചാരണ രീതികളാണിത്. കാരണം അവർ വീട്ടിലിരിക്കുന്ന ആളുകളല്ലേ, അവർക്ക് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പലരുടെ അമ്മമാര്, ഭാര്യമാരില്ലേ, മക്കള്, പെൺമക്കളും ഒക്കെ രാഷ്ട്രീയത്തിലുണ്ട്. ഇവര് രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിട്ടില്ല. അവരുടെ മരണം തന്നെ അടുത്ത കാലത്തായിരുന്നു. അത് കഴിഞ്ഞ് തന്നെ മോദി വലിയ നേതാക്കളെ ഒന്നും അങ്ങോട്ട് വിളിച്ചില്ല. അല്ലെങ്കിൽ രാഷ്ട്ര നേതാക്കൾ തന്നെ വരില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് നടത്തിയിരുന്നെങ്കിൽ മോദി അടുത്ത ദിവസം തന്നെ ജോലിയിൽ വ്യാപൃതനാവുകയും ചെയ്തു. എന്നിട്ടാണ് ഈ തരത്തിലാണ് ഈ യാത്ര. പിന്നെ അതിന് വലിയ കാമ്പൊന്നുമില്ലല്ലോ ഈ വോട്ട് ചോരി യാത്ര എന്ന് പറയുന്നത്. കള്ളക്കണക്കുകളാണ്, മ്യാൻമറിൽ ഉണ്ടാക്കിയ രേഖകളാണ്, ആ പ്രസൻറ്റേഷൻ മ്യാൻമറിൽ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു. ഒരു പൊള്ളയായ യാത്ര, പൊള്ളയായ പാർട്ടി, RJD കൊടുക്കുന്നത് അല്ലേ, ഒരു ഭിക്ഷാപാത്രവുമായിട്ട് കോൺഗ്രസ് അവിടെ നിൽക്കുന്നു. RJD കൊടുക്കുന്നത് മേടിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഘട്ടത്തിലാണ് RJD പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എല്ലാ സീറ്റിലും മത്സരിക്കും, ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ വോട്ട് ചോരി യാത്ര അവരെ ഐക്യപ്പെടുത്തുകയല്ല ചെയ്തത്,
വിഭജിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.